പിണറായിയിലെ കായലോടെന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ റസീനയുടെ ആത്മഹത്യ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത്. അതിനാസ്പദമായ ഒരു സംഭവം ഉണ്ടായത് ഞായറാഴ്ചയുമാണ്. അപ്പോൾ ഈ റസീന 40 വയസ്സുകാരിയായ ഒരു യുവതി. റസീന വിവാഹിതയാണ്, ഭർത്തൃമതിയാണ്. റസീനയുടെ ഒരു സുഹൃത്ത് റഹീസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് ഒരു കാറിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിനടുത്തെന്നാണ് പറഞ്ഞത്, കാറിനകത്താണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല, അറിയാൻ വയ്യ. ഒരു പള്ളിയുടെ മുമ്പിൽ ഈ കാർ നിർത്തി റോഡിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു 3 ബൈക്കിലായിട്ട് 3 പേര് വന്നു. അവർ ചെറുപ്പക്കാരാണ്. അതിൽ ഒരുത്തന് 24 വയസ്സേ ഉള്ളൂ. അവരെ സദാചാര പോലീസ് ചമഞ്ഞിങ്ങോട്ട് എത്തിയതാണ്. എത്തി ഈ റഹീസിനെ അവിടെ വെച്ച് തന്നെ അടിച്ചു. എന്നിട്ട് ഈ സ്ത്രീയെ അതിൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചു. അതിനുശേഷം ഈ റഹീസിനെ കസ്റ്റഡിയിലെടുത്ത ഉമ്മാരങ്ങ് കൊണ്ടുപോയി കേട്ടോ. അത് കൊണ്ടുപോയത് SDPIയുടെ ഓഫീസിലേക്കാണെന്ന് പറയപ്പെടുന്നു. അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും അവിടെ കൊണ്ടുപോയിട്ട് അവനെ ഒരുപാട് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. പകൽ കൊണ്ടുപോയതാണ്. ഏതാണ്ട് പാതിരാത്രി വരെ അവിടെ ഇരുത്തിയിരുന്നു. എന്നിട്ട് അവൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചു. അവൻ്റെ ലാപ്ടോപ്പ്, കാറിനകത്തുനിന്ന് ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ഇതെല്ലാം ചെയ്തു. ഇതിനൊക്കെ ഇവന്മാർക്ക് അധികാരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് എവിടുന്നാന്നുള്ളത് നമുക്കറിയത്തില്ല. ഏതായാലും അത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് അത് വലിയൊരു അപമാനമായി. കാരണം അവിടെ വെച്ചിങ്ങനെ പരസ്യമായിട്ട് ചോദ്യം ചെയ്തതും ഒക്കെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ സ്ത്രീ ഈ ചൊവ്വാഴ്ച അങ്ങ് ജീവനൊടുക്കി. അതിൻ്റെ വീട്ടിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു. തൂങ്ങി മരിച്ചു. അപ്പോൾ ആത്മഹത്യ തൂങ്ങിമരണത്തിലൂടെ നടത്തി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അതിന് ഒരു വിശദമായ ഒരു ആത്മഹത്യ കുറിപ്പും ഒരു ലെറ്ററും എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്നത്, ജീവിക്കാനാകാത്ത സാഹചര്യം, സൗഹൃദത്തെ മോശമായി കണ്ടു, യുവാക്കളുടെ സംഘം ഭീഷണിപ്പെടുത്തിയതിലുള്ള കാരണം കൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് അത് എഴുതിയേക്കുന്നത്. ധാരാളം മതി. അപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ളൊരു കാരണം ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവന്മാർ ഇതിങ്ങനെ ചെയ്തേക്കാണ്. ഏതായാലും പോലീസ് യവന്മാരുടെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പും ഈ റഹീസിൻ്റെ ലാപ്ടോപ്പും അതേപോലെ തന്നെ മൊബൈൽ ഫോണും ഇവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് അവരെ പ്രതികരണത്തെ കേസും എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സദാചാരം സാൻമാർഗീയ നേതാക്കന്മാരാണ് ചമഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങും കേട്ടോ. യാതൊരു കാര്യമില്ലാതെ ആരും ഒരു പുരുഷനും സ്ത്രീയും കൂടെ സംസാരിച്ചു. ഇതേ ഉള്ളു സംഭവം. അല്ലാതെ വേറെ മോശമായ ഒരു കാര്യങ്ങളും അവിടെ നടന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിനി മരണശേഷം ഈ പിടിച്ചേക്കുന്ന ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നവരെന്ന് പറയുന്നത് ഒക്കെ ഈ സ്ത്രീയുടെ ബന്ധുക്കളാണ്. ഒന്ന് ഏതാണ്ട് അമ്മായിയുടെ മോനോ ഒക്കെയാണ്, അതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ്. ഇനി ആരാണ്ടൊക്കെ പിടികൂടാനുണ്ട്. കാരണം ഇത് വലിയ ചോദ്യം ചെയ്യലുമൊക്കെ നടന്നു. അതായത് ഇതിലെ താലിബാൻ മോഡൽ ഇടപാടാണ് ഈ നടന്നേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഇത് ചില പിടിച്ചടിച്ചുകൊള്ളുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ മുമ്പിൽ കേസൊക്കെ പണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. സാൻമാർഗീയ അതേ പറഞ്ഞുകൊണ്ട് ചമഞ്ഞുകൊണ്ട് കുറേ എണ്ണം അങ്ങ് ഇറങ്ങും. ഈ ഇറങ്ങുന്നതൊക്കെ വേറെ ദുരുദ്ദേശത്തിലായി ഇറങ്ങുന്നത് കേട്ടോ. ഇപ്പം ഇത് ബന്ധുക്കളായി കഴിഞ്ഞപ്പോൾ ഏതായാലും ഈ സ്ത്രീ മരിക്കാനുള്ളത് മരിച്ചും പോയി. അതിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉമ്മ ഇപ്പം രംഗത്ത് പതുക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് 40 പവൻ്റെ സ്വർണം കൊടുത്തു ഇതിനെ വിവാഹം കഴിച്ചപ്പോൾ. ഈ സ്വർണ്ണമെല്ലാം ഈ റഹീസ് എന്ന് പറയുന്നവന് എടുത്തുകൊണ്ട് പോയെന്നാണ് അവന് കൊടുത്തെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പലരുടെ കയ്യിൽ നിന്ന് ഇവർ പണം കടം വാങ്ങി കൊടുത്തതായിട്ടും ഒക്കെ പറയുന്നു. ഇതിനൊന്നും യഥാർത്ഥത്തിൽ വസ്തുതകളുടെ ബലത്തിലൊന്നും അല്ല ഇത് പറയുന്നത്. അങ്ങ് പറയുകയാണ്. ഈ 40 പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിച്ച അതിൻ്റെ ഭർത്താവുണ്ട്. ഭർത്താവ് മാന്യമായിട്ട് ജീവിക്കുന്ന ആളാണെന്നും വളരെ മാന്യമായ പെരുമാറ്റമുള്ളവനാണെന്നും ഈ റസീനയുടെ ഉമ്മ പറയുന്നുണ്ട്. അങ്ങനെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും
കുറേ ദുരൂഹതകളൊക്കെ ഈ കാര്യത്തിലുണ്ട്. പിന്നെ ഇനി ഒരാളുമായിട്ട് എന്തെങ്കിലും അവർ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവന്മാരാരാ ഇത് ചോദിക്കാൻ? ഒന്ന് ഞാൻ ഭർത്താവ് ചോദിക്കണം, അല്ലെ അതിൻ്റെ ഉമ്മായോ വാപ്പായോ ആരെങ്കിലും ചോദിക്കണം. ഇത് അല്ലെങ്കിൽ അത് ചോദിക്കേണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്ടമാണ്, അതിന് ഭർത്താവിന് അത് പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഈ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അതാണ് കാര്യം. പിന്നെ ഇവൻ ഈ മുതലൊക്കെ എടുത്തോണ്ട് സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയെന്നൊക്കെ ചുമ്മാ അങ്ങ് പറയല്ലേ. ഇപ്പം ഏതായാലും ഇവനിപ്പോൾ ആദ്യം ഒളിവിലാണെന്ന് പറഞ്ഞു, പക്ഷേ ഇവനെ കാണാനില്ല. ഈ റഹീസ് എന്ന് പറയുന്നവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താലേ പോലീസിന് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാൻ പറ്റൂ. പക്ഷേ അവനെ കാണാനില്ല, അതാണ് പ്രശ്നം. കാരണം അവൻ്റെ ഫോൺ ഇവിടെ തന്നെ ഉണ്ട്, അവനെ കാണാനില്ല. അവനെ അന്വേഷിച്ച് നടന്ന് അവനെ ഇപ്പോൾ കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. ഇനി അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തറിയാം. പക്ഷേ ഒന്ന് സത്യമാണ്, അവനെ ധാരാളം ഉപദ്രവിച്ചു, ഇഷ്ടമാതിരി ഉപദ്രവിച്ചിട്ടുണ്ട്. അടിയടിയൊക്കെ കൈ കിട്ടി. ഇത് ഇങ്ങനെ കിട്ടുന്നവന്മാർ ആദ്യം അങ്ങ് ഇടുക്കി എടുത്തിട്ട് കേട്ടോ. എന്തിനാണ് ഇടിക്കുന്നതെന്ന് വെച്ചാൽ അവന്മാർക്ക് പറഞ്ഞുകൂടാ ഇടിക്കുന്നത്. അത് കാരണം അത് ഞാൻ സാധാരണ പറയാറുള്ള പോലെ, കാരണം ഇതെന്ന് ഈ നാട്ടിലുള്ള ഒരുത്തനല്ല, അവൻ ദൂരെ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നു. അവൻ ഇവിടെ കാര്യം എന്താണ്, അല്ലാതെ അവന്മാരെ നന്നാക്കാനൊന്നും അല്ല. അവനെ അടിച്ചുകൊണ്ട് അവൻ നന്നാവൂ ഒന്നുമില്ലല്ലോ. മാത്രമല്ല ഇവന്മാർക്ക് എന്താ വൈരാഗ്യം ഇതിനകത്ത്, ഇവർക്ക് എന്താ കാര്യം? ഇത് ആലോചിച്ചപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്ന ഒരു കാര്യം കൂടെ പറയാം. വെറുതെ ചിലർ വഴക്കുണ്ടാക്കാറുണ്ട്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കാറ് തിരുവനന്തപുരത്ത് അവർ വന്ന വഴിക്ക് അവർ ഈ വാടി കടപ്പുറത്ത്, കൊല്ലത്ത് ആ കടപ്പുറത്ത് വന്ന് ആ വണ്ടി റിവേഴ്സ് ചെയ്ത് കേട്ടോ. ഒരിടത്ത് റിവേഴ്സ് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒന്നും സംഭവിച്ചില്ല, ഇടിച്ചതേ ഉള്ളൂ. അവിടെ കൂടിയവന്മാർ, അവിടെ കുറേ പേര് കൂടിയിട്ട് പറഞ്ഞ് കാശ് തരാൻ പറഞ്ഞ് എന്തുവാ പോസ്റ്റിലിടിച്ചു. ഈ പോസ്റ്റിൽ ഇടിച്ചെങ്കിൽ അവരിറങ്ങി പറയുന്നുണ്ട് പോസ്റ്റ് ഇടിച്ച് സുഹൃത്തെ പല്ലതൊന്നും പറ്റില്ല, ഒരു ചെറിയ ഭാഗം എൻ്റെ ഇളവി പോയതേ ഉള്ളൂ, അത് കാശ് തരാതെ പോകണ്ടെന്ന്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റേ യവന്മാർക്ക് പൈസ കൊടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നവന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു താലിബാൻ മോഡലിലെ ഇടപാടായിപ്പോയി. ഈ സ്ത്രീ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ ഇതാണ്, അവർക്ക് ജീവിച്ചിരിക്കാൻ ഒക്കാത്തൊരു സാഹചര്യമായി. സത്യമല്ലേ പറയുന്നേ? നാട്ടുകാർ മൊത്തം അറിയല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യം. പറയുന്നത് ഒന്നുമില്ലെങ്കിൽ പോലും അത് അത്ര വളരെ മോശമായിട്ട് അങ്ങ് പറഞ്ഞ് പരത്തത്തില്ലേ, നമ്മുടെ നാടല്ലേ. അപ്പോൾ അത് കാരണം ഇവർക്ക് വേറെ മാർഗമില്ലാതെ വന്നു, അതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഇവന്മാർ അനുഭവിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അത് എഴുതിയും വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. അപ്പം മാത്രമല്ല ഇത് ഒരു പാർട്ടി ഓഫീസ് അവിടെ കൊണ്ടുപോയി ഇവന്മാരെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവരാരാ? യവന്മാർക്ക് ഏത് അധികാരമാണ് ഇത് ഉപയോഗിച്ചാൽ ചെയ്യുന്നേ? ഒന്നുമില്ലാതെ ഇതേപോലെ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അത് താലിബാൻ മോഡൽ ഇടപാടാണ്. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമായിപ്പോയി. ഇത് ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണം. മന്യ ആളുകളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കൈയടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഒന്നുമില്ല, അവരവിടെ നിന്ന് സംസാരിച്ചാണ്. അതിന് ഇവന്മാർക്ക് എന്താ വേണം അവർ സംസാരിക്കുന്നതിന്? അത് പരസ്യമായിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ നാട്ടിൽ വലിയ ദൂഷ്യം ഉണ്ടാക്കുന്ന വിധത്തിലോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാം എന്നൊക്കെ പറയാം. നമുക്ക് പറയാം ഇങ്ങനെ ചെയ്യരുത്, ഇവിടെ ഇത് പരസ്യമായിട്ട് ഇത് പാടില്ല എന്നൊക്കെ പറയാം. ഇത് അങ്ങനൊന്നുമില്ലല്ലോ. കാര്യം പറഞ്ഞാലേ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടെന്നാണ് അന്നേരമായി പിടിച്ചോണ്ട് പോയി അവനെ എടുത്തിട്ട് പൊതിരെ തല്ലിയത്. ഇത് കഴിഞ്ഞപ്പോൾ അവൻ എവിടാന്ന് അറിയാൻ വയ്യ. ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ അതിനും കൂടെ അവന്മാർ അനുഭവിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.